ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സാലീസ് കിച്ചൺ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ്. ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസാല വെച്ചിട്ട് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു റൈസ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നതും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണമെന്നില്ല. നമുക്ക് വേറൊരു ബൗളിലേക്ക് ബാക്കി മസാലകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടൊന്ന് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടേബിൾ സ്പൂൺ പെപ്രിക്ക പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി പെപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. പെപ്രിക്ക പൗഡർ ആകുമ്പം എരിവ് കുറവായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ ഒരു മസാലയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനിലേക്ക് ഈ മസാലപ്പൊടി ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നന്നായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഞാൻ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ റൈസ് ഒന്ന് കുതിർത്ത് വെക്കണം. ഞാനിവിടെ ബസ്മതി റൈസ് 2.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് കുതിർത്ത് വെക്കാം. മിനിമം 1/2 മണിക്കൂറെങ്കിലും വെക്കാം. 1 മണിക്കൂർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട്, അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം കുക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പുറം ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്ന് ഹാഫ് കുക്കായാൽ മതിയാവും. ഹാഫോ കുറച്ച് അധികം കുഴപ്പമില്ല. ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട. അപ്പം 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിൽ നിന്നും എടുത്ത് മാറ്റി വെക്കാം. ഇനി ഈ ചിക്കനൊക്കെ ഇതിൽ നിന്നും മാറ്റിയതിന് ശേഷം ഈ ഒരു ഓയിലിൽ തന്നെ നമുക്കിതിലേക്ക് ഒരു വലിയൊരു പീസ് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. ഒരു 7 ഗ്രാമ്പൂ, 6 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ ചേർക്കുമ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയും അതിൻ്റെ പകുതി അളവിൽ ഇഞ്ചിയും കൂടി പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ക്യാപ്സിക്കമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 3 കളറും കൂടിയിട്ട് 1 എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു കളറാണെങ്കിലും 1 ക്യാപ്സിക്കത്തിൻ്റെ അളവിൽ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്ന് ഒരു ഉടഞ്ഞ് വരുന്ന പരുവത്തിലാകണം. അതുവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കുക്കറിലാണ് റൈസ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഈ ഒരു മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അടിഭാഗത്തായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ചേർത്തിട്ടുണ്ട്. ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഉണക്ക നാരങ്ങ ചേർക്കുന്ന സമയത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നാൽ നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ റൈസിലങ്ങ് ഇറങ്ങി കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഒരു ഡിഫറെൻറ്റ് മസാല കൂട്ടാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ റൈസിന് കിട്ടാൻ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഏകദേശം ഒരു 1/2 ഭാഗം കുക്കായിട്ടുണ്ടാവും. ഇനി അതിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ റൈസ് ചേർക്കുന്നതിന് മുമ്പായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈസിൽ എത്രയാണോ വെള്ളം ചേർക്കുന്നത് ആ വെള്ളം അളന്ന് വെക്കാം. ഇപ്പം നമ്മളിവിടെ 2.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ബസ്മതി റൈസിന് 1.5 കപ്പാണ് വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ 2.5 കപ്പ് റൈസിന് 3.25 കപ്പ് വെള്ളം വേണ്ടി വരും. അത്രയും വെള്ളം അളന്ന് വെക്കുക. അതിൽ നിന്നും കുറച്ച് വെള്ളം ചിക്കനിലേക്ക് ഇപ്പം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളെ വെള്ളം ഡ്രൈ ആകാൻ പാടില്ല. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കാം.
ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ബാക്കി വരുന്ന വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെക്കുക കേട്ടോ. റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ആദ്യം വെക്കുക. വെള്ളം ചെക്ക് ചെയ്ത് നോക്കുക. ഇത്തിരി ഉപ്പ് ടേസ്റ്റ് വേണം, എന്നാലേ റൈസിന് കറക്റ്റായിട്ട് ഉപ്പ് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ കറക്റ്റ് ഒന്നായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നമ്മുടെ റൈസും നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നോളും. അപ്പം നമ്മുടെ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള റൈസാണിത്. 2.5 കപ്പ് ബസ്മതി റൈസ്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റൈസൊക്കെ ചേർത്ത് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റൈസ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പം നമ്മുടെ മസാല ഒക്കെ ഏകദേശം ആ ഒരു അടിഭാഗത്ത് ഉണ്ടാകും. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് മസാലകൾ അങ്ങ് മിക്സായി വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വെള്ളത്തിൽ ഉപ്പ് ആദ്യം ചേർത്ത് വെക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കേണ്ടി വരും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി പോകും. അങ്ങനെ വേണ്ട. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 മുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ തുറന്ന് നോക്കേണ്ട. ആ സമയത്ത് തന്നെ പ്രഷർ കളഞ്ഞിട്ട് തുറന്ന് നോക്കേണ്ട. ആ പ്രഷറിൽ തന്നെ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ റൈസൊക്കെ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. നന്നായിട്ട് കുക്കായിട്ട് റൈസൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസിന്. കാരണം നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മസാല ചേരുവയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. നമ്മുടെ കസൂരി മേത്തി വറുത്തിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ളത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കസൂരി മേത്തി പൗഡറൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് ഈ റൈസിന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ചിക്കനൊക്കെ ഇതിൽ ഏകദേശം കുറേ ചിക്കനൊക്കെ ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. നല്ലോണം കുക്കായിട്ട് നല്ല ജ്യൂസി ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ആ ചിക്കന് ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ? നല്ല ജ്യൂസി ആയിട്ടാണ് ചിക്കൻ കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം. കാരണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ തന്നെയാണുള്ളത്. അതുപോലെ തന്നെ ചിക്കൻ എടുക്കുന്ന സമയത്ത് സ്കിന്നോട് കൂടി തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ആയിരിക്കും കറക്റ്റ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മസാലക്കൂട്ടും വ്യത്യസ്തമാണ്. ഡിഫറെൻറ്റ് ഫ്ലേവർ തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാം. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടരികിൽ കാണുന്ന ഒരു ചെറിയ ബെൽ ബട്ടൺ ഉണ്ടാവും. അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.